ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ശിശുമരണ നിരക്ക് നിയോനേറ്റൽ മോർട്ടാലിറ്റി അല്ല സർ. ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നിയോനേറ്റൽ മോർട്ടാലിറ്റി വേറെയുണ്ട് സർ. UDFന്റെ കാലത്ത് 2015-16 6 ഈ കാലഘട്ടത്തിൽ 3-നും 4-നും ഇടയിലേക്ക് അത് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു സർ. ശിശുമരണ നിരക്ക് ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ സർ അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണത് കുറയ്ക്കാൻ സാധിച്ചത്? അത് പൊതുജനാരോഗ്യ ഇന്റർവെൻഷനിലൂടെ സാധിച്ചു സർ. ജനിക്കുമ്പോൾ കുഞ്ഞ് മരിക്കുന്നത് നിയോനേറ്റൽ മോർട്ടാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശിശുമരണ നിരക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പൊതുജനാരോഗ്യ ഇന്റർവെൻഷൻസ് ഉണ്ട് സാർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2 ഉദാഹരണം ഞാൻ പറയാം സാർ. ഹൃദ്യം പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ജന്മനാ ഹൃദയ വൈകല്യം ഉള്ള കുഞ്ഞുങ്ങളെ അത് കണ്ടെത്തി അവർക്ക് സൗജന്യമായി കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടത്തുന്നതിന് ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചു സാർ. ഇപ്പോൾ ഏതാണ്ട് 9,000-ഓളം കുഞ്ഞുങ്ങൾക്ക് ആ ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ട് സാർ. വലിയ രീതിയിൽ അത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കെയർ പദ്ധതി സാർ. സ്പൈനൽ മസ്കുലർ അട്രോഫി പോലെ കോഴിക്കോടുള്ള നമ്മുടെ ആ മകളുടെ പേര് ഞാൻ പറയുന്നില്ല, 18 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞാണ്. അങ്ങനെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ SMA ഉൾപ്പെടെയുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ചു. ഒരു വയൽ മരുന്നിന് 1.5 ലക്ഷത്തിന് മുകളിൽ ചെലവാകുന്ന ആ മരുന്ന് സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് സാർ. മറ്റൊരു സംസ്ഥാനവും അത് ആരംഭിച്ചിട്ടില്ല സാർ. അങ്ങനെ അപൂർവ രോഗവുമായിട്ട് ബന്ധം. അതുപോലെ ശലഭം പ്രോജക്ട് സാർ. ഏർലി ഡിറ്റക്ഷൻ. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക. ഇനി ഒരു കാര്യം കൂടിയുണ്ട് സാർ. ഇതൊരു ഇൻഫർമേഷന്റെ ഭാഗം കൂടി ആയതുകൊണ്ട് അമ്മയുടെ ഗർഭാവസ്ഥയിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനറ്റിക് പരിശോധന സ്വകാര്യ മേഖലയിൽ വലിയ ചെലവേറിയതാണ് സാർ. അത് സർക്കാർ മേഖലയിൽ നല്ല കൃത്യമായി അത് നടപ്പിലാക്കി കൊടുക്കുന്നതിനുള്ള സൗകര്യം നമ്മൾ ആരംഭിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. SMAയിൽ സാർ ഇപ്പോ ഈ ഡിസീസ് വരുമെന്നുള്ളത് കണ്ടുകൊണ്ട് ഒരു കുഞ്ഞിന് മരുന്ന് കൊടുത്തു. ആ കുഞ്ഞ് ഇപ്പോൾ 1 വയസ്സാകുന്നു സാർ. വളരെ അവൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് സാർ. അപ്പോ ശിശുമരണ നിരക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. 2015-16 12 നിന്ന് സാർ 5-ലേക്ക് എത്തുമ്പോൾ അഭിമാനത്തോടെയാ സാർ പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു അത് അഹങ്കാരമാണെന്ന്. സാർ ഇത് അഭിമാനമാണ് സാർ. കേരളം ഒന്നായി കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നേടിയ ഒരു നേട്ടമാണ് സാർ. അമേരിക്കൻ ഐക്യനാടുകളുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെക്കാൾ ശിശുമരണ നിരക്കിനേക്കാൾ അത് 5.6 ആണെങ്കിൽ കേരളത്തിൻ്റെത് 5 ആണ് എന്നുള്ളത് ഓരോ കേരളീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ് സാർ. ഒരു സ്പാനിഷ് ലേഡിയുടെ ഒരു വ്ളോഗറുടെ അവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് കണ്ടിരുന്നല്ലോ സാർ. നമ്മളെല്ലാവരും കണ്ടിരുന്നു. അവരെന്താണ് പറഞ്ഞത്? ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ പോയ ഒരു അനുഭവമാണ് പങ്കുവച്ചത്. ICU ഇല്ലെന്ന് പറഞ്ഞ, ഒരു സൗകര്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞ ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു സ്പാനിഷ് ലേഡി പോയിട്ട് പറയുകയാണ് അവർ അത്ഭുതപ്പെട്ടു. അവരുടെ നാട്ടിൽ എത്രയോ മണിക്കൂറുകൾ 8 മാസം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു കൺസൾട്ടേഷന് 10 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ സാധ്യമായി എന്ന് പറഞ്ഞതൊരു സ്പാനിഷ് ലേഡിയാണ് സാർ. സാർ ഇത് അവരുടെ സാക്ഷ്യങ്ങളല്ലേ സാർ. സാർ അതുപോലെ സൗജന്യ ചികിത്സാ പദ്ധതിയെ കുറിച്ച് പറയുകയുണ്ടായി സാർ. സാർ കേരളത്തിൽ 8,400-ലധികം കോടി സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ കേരളത്തിലെ ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചു സാർ. ഒരു കണക്ക് കൂടി ഞാൻ പറയട്ടെ സാർ. കാത്ത് ലാബുകൾ. നേരത്തെ UDFന്റെ കാലത്ത് ലാബുകളാണ് ഇല്ലാതിരുന്നതെങ്കിൽ ഇന്ന് ലാബുകൾ സ്ഥാപിച്ചു, അതിന്റെ നെറ്റ്വർക്ക് സ്ഥാപിച്ചു. എല്ലാ ജില്ലകളിലും കാത്ത് ലാബ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയും ചെയ്തു സാർ. സാർ എന്താണ് അതിന്റെ സാമ്പത്തികമായിട്ടുള്ള വശം എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സാർ. ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് സ്വകാര്യ മേഖലയിൽ 4-5 ലക്ഷം രൂപയാകുമ്പോൾ, അങ്ങനെ പറയുന്നു ആളുകൾ, അങ്ങനെ ആകുമ്പോൾ സാർ എല്ലായിടത്തും കാത്ത് ലാബുകൾ സ്ഥാപിച്ചതോടുകൂടി ഒരു ദിവസം കേരളത്തിലെ കാത്ത് ലാബുകളിൽ 100-നും 120-നും ഇടയിൽ ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്നുണ്ട് സാർ. മെഡിക്കൽ കോളേജുകളിലും DHSന്റെ കീഴിലുള്ള ആശുപത്രികളിലും നടക്കുന്നുണ്ട് സാർ. ഏറ്റവും ഒടുവിൽ അടിമാലി ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും കൂടി കാത്ത് ലാബ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു സാർ. 2 മാസത്തിനകം നമ്മളത് സാധ്യമാക്കും സാർ. സാർ 4 ലക്ഷം അല്ലെ 5 ലക്ഷം രൂപ 100-120 പേർക്ക് ഒരു ദിവസം സംസ്ഥാനത്ത് ചെലവാകുന്ന സാഹചര്യത്തെ ഒഴിവാക്കി അത് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് സാർ. സ്വകാര്യ മേഖലയിലേക്ക് പോകുമായിരുന്ന പണം അത് നഷ്ടപ്പെടുത്താതെ ആളുകൾക്ക് ആ നിലയിൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ നോക്കിയത് കേരളമാണ് സാർ. സാർ ഒരു കാര്യം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ സർവേ ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെ ഇത് മാറി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടേ സാർ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ രേഖകൾ അനുസരിച്ച് നേരത്തെയുള്ള ഇതിനേക്കാൾ ചികിത്സയിൽ ഉണ്ടായ കുറവ് ഗ്രാമീണ മേഖലയിൽ 17,000-ൽ നിന്ന് 10,000-ആയി കുറഞ്ഞു സാർ. നഗരമേഖലയിൽ 23,000-ൽ നിന്ന് 13,000-ആയി കുറഞ്ഞു സാർ. ആർക്കും സെർച്ച് ചെയ്യാവുന്ന ഡേറ്റയാണ് സാർ. ആ ഡേറ്റ ഗൂഗിളിൽ അവൈലബിൾ ആണ്. NSSO സർവേ ഡേറ്റ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ 2024-ൽ പുറത്തു വന്നതാണ് സാർ. സാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ചികിത്സാ ചെലവിൽ ഈ കുറവുണ്ടായി എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ. ബഹുമാന്യനായിട്ടുള്ള ശ്രീ മോൻസ് ജോസഫ്, അദ്ദേഹം
ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി സർ. ഞാൻ അതിന്റെ ഒരു പേപ്പർ കൂടി എടുക്കട്ടെ. ഡോക്ടർ കമ്മത്തിനെ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി സർ. അദ്ദേഹം തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ എന്നെനിക്കൊരു സംശയമുണ്ട് സാർ. കാരണം കേരളത്തിലെ ഈ ആശുപത്രി ആരോഗ്യ രംഗത്തെക്കുറിച്ച് ഡോക്ടർ കമ്മത്ത് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് തലക്കെട്ട് മാത്രമല്ല, അതിന്റെ ഒരു കണ്ടന്റ് വായിച്ചു നോക്കണം സാർ. ആ കണ്ടന്റിനകത്ത് പറയുന്ന കാര്യം കേരളത്തിലെ ആരോഗ്യരംഗം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഞാൻ എക്സാക്ട്ലി ആ വാക്കുകൾ ഓർക്കുന്നില്ല, പക്ഷെ അത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA മാർ സൂചിപ്പിച്ചു, വമ്പൻ കോർപ്പറേറ്റ് ഭീമന്മാർ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ വലിയ നിക്ഷേപം, മെജോറിറ്റി നിക്ഷേപം എടുത്തു കഴിഞ്ഞു. ഇവിടെ പല ജില്ലകളുടെയും കാര്യം സൂചിപ്പിക്കുകയുണ്ടായി സാർ. നമ്മൾ വായിക്കുന്നു, ഒരു ബെഡിന് കേരളത്തിൽ ഈ വമ്പൻ കോർപ്പറേറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക 2.5 കോടി രൂപയാണ്. 2.5 കോടി രൂപ സാർ. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ 1.5 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ 2.5 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി കേരളത്തിൽ സാധാരണക്കാർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് ചെറിയ ആശുപത്രികളെ സഹായിക്കണം എന്നുമുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാർ. കോർപ്പറേറ്റുകൾ വരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ മോഹൻലാൽ, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞല്ലോ, സുപ്രീം കോടതി വരെ കേസ് പോയി. ഇപ്പോ കോടതി പറഞ്ഞു ഈ ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ. 2000 ഈ ബില്ല് പാസ്സാക്കി ഉടനെ തന്നെ ഈ സ്റ്റേ ഹൈക്കോടതിയിൽ വന്നതാണ് സാർ. അന്നു മുതൽ ഇവിടെ കേസ് നടത്തുകയാണ്. അപ്പൊ അതിന്റെ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തി. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സാർ കേരളം നടക്കുന്നത്. സൗജന്യ ചികിത്സയെ കുറിച്ച് പറഞ്ഞപ്പോ പറയാതെ പോയതാണ്, ഞാൻ പറയാം. UDF-ന്റെ കാലത്ത് സാർ 30,000 രൂപയാണ് വിവിധ സ്കീമുകളിലൂടെ ഉണ്ടായിരുന്നത്. 40,000 കുടുംബങ്ങൾക്കാണ് അന്ന് അതിൽ അർഹത ലഭിച്ചിരുന്നത് സാർ. ആ 40,000-ന്റെ സ്ഥാനത്ത് ഇന്ന് 42.5 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതായിട്ട് ഉണ്ട്. അന്നത്തെ 30,000 രൂപയുടെ സ്ഥാനത്ത് ഇന്ന് 5 ലക്ഷം രൂപ കേരളത്തിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ളതും സാർ കാണേണ്ടതായിട്ടുണ്ട്. സാർ, വളരെ പെട്ടെന്ന് പകർച്ചവ്യാധി പ്രതിരോധത്തെ കുറിച്ചൊന്ന് പറയട്ടെ. ബഹുമാനപ്പെട്ട ശ്രീ VD സതീശനോ അന്നത്തെ MLA-മാരും പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് ഞാൻ അതൊന്നും വായിക്കുന്നില്ല സമയപരിമിതി മൂലം. നമുക്ക് കണക്കുകളൊന്നും നോക്കാം. ഇത് പബ്ലിക് പ്ലേസിലുള്ള ഡേറ്റകളാണ് സാർ. 2012 അന്ന് ഡെങ്കു മൂലമുള്ള മരണം മൂലം സംസ്ഥാനത്ത് മരണമടഞ്ഞവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാം. അന്ന് അണ്ടർ റിപ്പോർട്ടിംഗ് ഉള്ള സമയമാണ് സാർ, നമ്മൾ ഓർക്കണം. എല്ലാ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു സമയമാണ്. എന്നിട്ടും അന്നത്തെ മോർട്ടാലിറ്റി 0.6 ആണ് സാർ. 0.6 ആണ്. ഇന്ന് കേരളത്തിൽ ഡെങ്കു മൂലമുള്ള മോർട്ടാലിറ്റി 0.1 ആണ് സാർ. ഇതാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുജനാരോഗ്യ സംവിധാനത്തിലൂടെ ഇപ്പോ WHO പറയുന്നു സാർ, ഡെങ്കു പ്രോൺ ഏരിയ ആണ് കേരളം. അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു പ്രദേശമാകിയാൽ, ഇപ്പൊ എന്റെ വീടിന്റെ അവിടെ ഒരു കൊതുക് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്വം കൂടിയാണ് സാർ. അപ്പോ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്ക് രോഗം കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഡെങ്കുവിന്റെ കാര്യത്തിൽ മോർട്ടാലിറ്റി കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു സാർ. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഇവിടെ പറഞ്ഞല്ലോ സാർ. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിൽ ലോകത്ത് നെഗ്ലേറിയ ഫൗലേറി എന്നുള്ള അമീബയാണെങ്കിൽ 99% സാർ മരണനിരക്ക്. അക്കാൻഡ് അമീബയാണെങ്കിൽ 70% മുകളിൽ മരണനിരക്കുള്ള രോഗമാണ് സാർ. അമീബ മൂലം ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് സാർ. അവിടെ കേരളത്തിലെ മരണനിരക്ക് 23% സാർ. 201 ആളുകൾക്ക് ഈ രോഗം കണ്ടുപിടിച്ചപ്പോൾ 23% ആളുകൾക്കാണ് സാർ അതിൽ മരണമുണ്ടായിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ വിശദമായി കഴിഞ്ഞ സഭയിൽ ഞാൻ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ചുരുങ്ങിയ വാക്കുകളിൽ സാർ, കേരളത്തിൽ നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച്, ഗൈഡ് ലൈൻ അനുസരിച്ച് മസ്തിഷ്ക ജ്വരം ഉണ്ടായാൽ അത് എന്തുകൊണ്ട് എന്ന് കണ്ടുപിടിക്കണം എന്നുള്ള നിർദ്ദേശം കേരളത്തിലെ ഡോക്ടർമാർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിപ്പയുമായി ബന്ധപ്പെട്ട് നിപ്പയിൽ ലോകത്ത് 70% മുകളിൽ മരണനിരക്കുള്ള നിപ്പ രോഗത്തിൽ 2023 കോഴിക്കോട് ആ മരണനിരക്ക് 33% കുറച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞു സാർ. കോവിഡ് മരണനിരക്ക് നമ്മൾ കണ്ടില്ലേ, WHO കണക്കൊക്കെ കണ്ടില്ലേ, 40 ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യയിൽ മരണമടഞ്ഞു എന്നുള്ളത്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ, ആധികാരികമായിട്ടുള്ള സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും കണിശമായി റിപ്പോർട്ട് ചെയ്ത ഏറ്റവും കുറവ് മരണമുള്ള സംസ്ഥാനം അത് കേരളമാണ് എന്നുള്ളതാണ് സാർ. സാർ, ഇപ്പൊ എല്ലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ എല്ലാ ആശുപത്രികളും സാർ, ബഹുമാനപ്പെട്ട MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളിലെ മുഴുവൻ ആശുപത്രികളിൽ ഒന്നാന്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് നമ്മൾ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട MLA-മാർ അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ പോകുമ്പോൾ അവർ പരസ്യമായി പ്രസംഗിച്ച കാര്യങ്ങളുണ്ട് സാർ. അത് പബ്ലിക് പ്ലേസിൽ അവൈലബിൾ ആണ് സാർ. ഈ നിലയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ എന്റെ നിയോജക മണ്ഡലത്തിൽ ഇത്രയും അധികം വികസന പ്രവർത്തനം നടന്നിട്ടുള്ള ഒരു കാലഘട്ടമില്ല
എന്ന് MLA മാർ പ്രതിപക്ഷ MLA മാർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സർ. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി എന്നുള്ളതല്ല സർ. പക്ഷെ നമ്മൾ വലിയൊരു മാറ്റം ഈ 10 വർഷം കൊണ്ടുണ്ടായി. ചികിത്സാ മേഖലയിൽ, അതോടൊപ്പം തന്നെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ, പകർച്ചവ്യാധി പ്രതിരോധത്തിൽ, ഹെൽത്ത് ഇൻഡസ്ട്രീസിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതല്ലേ സാർ നമ്മൾ ആലോചിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞു പോയ, മരുന്നില്ലാതിരുന്ന, ഡോക്ടർമാരില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലാബ് സൗകര്യത്തെ കുറിച്ച് 250 ലാബ് സ്ഥാപിച്ചില്ല എന്ന് പറഞ്ഞയിടത്ത് കാത്ത് ലാബുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, അവിടെ എത്തുന്ന പേഷ്യൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു സാർ. ആ നിലയിലെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. സാർ ഇവിടെ പറയുകയുണ്ടായി, ഇവിടെ ഡോക്ടർ ഹാരിസിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആണ് സാർ. സാർ അന്ന് ഒരു പ്രോബിന്റെ അതൊരു കൺസ്യൂമബിൾ ഐറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സാർ. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഇത് പേഷ്യൻസിൽ നിന്ന് പണം ഈടാക്കിയാണോ. ആ ഒരു പ്രോബ് അവിടെ കേടായി പോയതിനെ തുടർന്ന് ഞാൻ അന്നും പറഞ്ഞു, ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ 2 പേർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അദ്ദേഹത്തെ വേദനിപ്പിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഡോക്ടർമാർ ചിന്തിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്ന ഒരു ആളാണ് സാർ. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? പിറ്റേ ദിവസം ഒരു പത്രത്തിന്റെ മുൻ പേജിൽ വന്ന വാർത്ത എന്താണ്? ലജ്ജിക്കൂ കേരളമേ എന്നുള്ളതാണ്. എന്തിനാണ് സാർ? സ്വകാര്യ മേഖലയിൽ പേഷ്യൻസ് തന്നെ ഈ പ്രോബ് വാങ്ങിച്ചു, അവർ തന്നെ ഇത് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കൺസ്യൂമബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ആ നിലയിൽ അത് പണ്ടുണ്ടായിരുന്നില്ല സാർ. പുതിയ സംവിധാനത്തിൽ നമ്മൾ ഇത് ഏർപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ.